എല്ലാവർക്കും നമസ്കാരം. വരാന്ത റേസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന ജൂൺ 17, 2026 നമ്മൾ LP-UPയുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഭാവിയിലെ മികച്ച അധ്യാപകരാകാൻ ഇവിടുത്തെ മികച്ച അധ്യാപകർക്കൊപ്പം തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ LP-UP പരീക്ഷയെ സമീപിച്ചിരുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, വിദ്യാഭ്യാസ ചിന്തകർ, വിദ്യാഭ്യാസ പഠന സിദ്ധാന്തങ്ങൾ, വികസന സിദ്ധാന്തങ്ങൾ തുടങ്ങി പരമ്പരാഗതമായ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പഠിച്ചിരുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇനി അതിൽ നിന്നൊക്കെ മാറി ഇപ്പോഴത്തെ PSCയുടെ പരീക്ഷാ രീതി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് LP-UP പരീക്ഷയെ സമീപിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു മികച്ച പഠനം നമ്മൾ ആദ്യം മുതലേ ആസൂത്രണം ചെയ്യണം. അപ്പോൾ പുതിയ സമകാലിക വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും വിദ്യാഭ്യാസ പദ്ധതികളുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിച്ചു മാറ്റേണ്ടതുണ്ട്. ഇതൊക്കെ ചേർത്തുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു പഠന രീതിയാണ് ഈ LP-UP ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ മേഖലകൾ ഏതൊക്കെയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കും, ഇല്ലേ? നമുക്കറിയാം, കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ധാരാളം ചോദ്യങ്ങൾ നമുക്ക് മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ സൈക്കോളജിയുടെ ഭാഗത്ത് എന്താണ് ഈ കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ ചോദിക്കാം, ഇല്ലേ? അപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ പുതിയ വിദ്യാഭ്യാസ പദ്ധതി, അതേപോലെ തന്നെ സ്കൂളുകളിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പല വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ ആയിരിക്കും. അപ്പോൾ പുതിയതായിട്ട് വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ആധികാരികമായിട്ട് തന്നെ പഠിപ്പിച്ചു പോകുന്നതാണ്. നിങ്ങൾക്ക് 20 മാർക്കാണ് സൈക്കോളജിയുടെ ഭാഗത്തു നിന്നുള്ളതെന്നറിയാം, ഇല്ലേ? ഈ 20 മാർക്കും കഴിഞ്ഞ LP-UP ബാച്ചിൽ നമ്മുടെ 20 മാർക്കും എല്ലാ കുട്ടികൾക്കും നേടിക്കൊടുക്കാനായിട്ട് നമ്മുടെ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന LP-UP എക്സാമുകളിലും ആ സൈക്കോളജിയുടെ ഭാഗത്തു നിന്ന് ഫുള്ളും, അതായത് 20ൽ 20 മാർക്കും നിങ്ങൾക്ക് ഉറപ്പിച്ച് എനിക്ക് വാഗ്ദാനം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറയുന്നത്, അപ്പോൾ ഇതാ നോക്കിയേ, NEP 2020, നിപുൺ ഭാരത്, PM ശ്രീ, ഡിജിറ്റൽ എഡ്യൂക്കേഷൻ, കൈറ്റ്, സമഗ്ര ശിക്ഷ, FLN, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ തുടങ്ങി നമ്മുടെ സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതികളിൽ നിന്നും ഈ പ്രാവശ്യം ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പഠന രീതി നമ്മൾ ഇനി മുന്നോട്ട് കൊണ്ടുപോയെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു നിപുൺ ഭാരത് എടുക്കുകയാണെങ്കിൽ, എന്താണ് നിപുൺ ഭാരത് എന്ന് പറഞ്ഞാൽ, അല്ലേ? നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ന്യൂമറസി എന്നുള്ളതാണ് നിപുൺ ഭാരത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 2021 കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. 3ാം ക്ലാസ് പാസ്സാകുന്ന ഒരു കുട്ടി അവൻ്റെ വായനാശീലം, അതേപോലെ തന്നെ ഗണിതശേഷിയും അവൻ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അടിസ്ഥാന വായനാശേഷിയും ഗണിതശേഷിയും ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് നിപുൺ ഭാരത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ NEP 2020, നിപുൺ ഭാരത്, അതേപോലെ തന്നെ FLN തുടങ്ങിയ കാര്യങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാഗമൊക്കെ പൂർണ്ണമായി പഠിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പഠന രീതിയാണ് ഇനി മുന്നോട്ടേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ആ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ഈ ഭാഗത്ത് നിന്ന് നമുക്ക് നേരിട്ടോ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിലോ എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. ഏത് രീതിയിൽ വേണമെങ്കിലും PSC ചോദിച്ചു കൊള്ളട്ടെ, നമ്മൾ അതിനെ എല്ലാം ടാക്കിൾ ചെയ്യാൻ പരുവത്തിന് നിങ്ങളെ പ്രാപ്തനാക്കി വിടുന്ന ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ ഭാഗത്തു നിന്നും വർക്കൗട്ട് ചെയ്യും. ഓരോ ടോപ്പിക്കും കഴിയും തോറും അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഡയറക്റ്റ് ആയാലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയാലും മാച്ച് ദ ഫോളോയിങ് ആയാലും എല്ലാം തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് തന്നെയായിരിക്കും ബാച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ സിലബസിലേക്കൊന്ന് പോവുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാം LP-UPയുടെ സിലബസ് ഇനി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കൂ. എങ്കിലും നിലവിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കറിയാം,
കേരള ചരിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എത്രയാണ് എന്നുള്ള അല്ലെങ്കിൽ എത്ര മാർക്കിനാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ LDക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ തന്നെയും LP UP ബാച്ചിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ 2 എക്സാംസിനും ഒരേപോലെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ 2 എക്സാംസും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യത്തക്ക രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഭാഗത്ത് പ്രതീക്ഷിക്കുന്നത് അല്ലേ. പിന്നെ അപ്പോൾ ഇതോടനുബന്ധിച്ച് കേരള പ്രസ്ഥാനമൊക്കെ നമുക്ക് ദേശീയ പ്രസ്ഥാനമൊക്കെ പഠിക്കാനുണ്ട്. പിന്നെയോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ലോക ചരിത്രം, അതിനകത്ത് തന്നെ ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് നമുക്ക് ആ ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രശാസ്ത്രം, ആ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് ഒരു 5 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. കൂടാതെ ഇതിനോടൊപ്പം ചേർത്ത് നമുക്ക് കറണ്ട് അഫെയറിൻ്റെ 2 മാർക്ക് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയെ സംബന്ധിച്ച് 10 മാർക്കിൻ്റെ ഒരു ഹിസ്റ്ററിയുടെ 10 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനോടൊപ്പം ഒരു 2 മാർക്കിൻ്റെ കറണ്ട് അഫെയർ ഉണ്ടായിരിക്കും. ബാക്കി ഈ പറഞ്ഞ പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, ആ ഭാഗത്തു നിന്നെല്ലാമായിട്ടും ഒരു 5 മാർക്കിൻ്റെ ചോദ്യത്തോടൊപ്പം കൂടി 2 മാർക്കിൻ്റെ കറണ്ട് അഫെയറുമായിരിക്കും ചോദിക്കുക. ഇനി നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഈ 3 വിഷയങ്ങൾക്കും കൂടി 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടായിരിക്കുക. ആ 20 മാർക്കിനോടൊപ്പം തന്നെ 2 മാർക്ക് വെച്ച് കറണ്ട് അഫെയർ ഫിസിക്സിനും കെമിസ്ട്രിക്ക് 2 മാർക്ക്, ബയോളജി 2 മാർക്ക്, അങ്ങനെ 6 മാർക്ക് കറണ്ട് അഫെയറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നോക്കുമ്പോൾ നമുക്ക് മാത്സിൻ്റെ ഭാഗത്ത് ഒരു 15 മാർക്ക്, ഇതെല്ലാവർക്കും അറിയാം, അതേപോലെ മെൻ്റൽ എബിലിറ്റി ഒക്കെ ചേർത്തിട്ട് നമുക്കൊരു 15 മാർക്കിനാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. ഇതുകൂടാതെ ഇംഗ്ലീഷിനാണെങ്കിൽ ഒരു 10 മാർക്ക്, പിന്നെ മലയാളത്തിനാണെങ്കിൽ ഒരു 10 മാർക്ക്, പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇവിടെ 20 മാർക്ക്. അപ്പോൾ LP UP എക്സാം എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട മേഖല എന്താണെന്നുള്ള ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ച് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾക്ക് കുറച്ച് സ്ട്രെങ്ത് ഉള്ള ഒരു ഏരിയ കാണും അല്ലേ. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിച്ച് മാറ്റി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓർമ്മയുള്ള കുറേ ഏരിയാസ് കാണും. അപ്പോൾ അതിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്ത് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസും ഒക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒട്ടും പിടികിട്ടാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കുറച്ച് അവസാനം പഠിക്കാനായിട്ട് അങ്ങ് മാറ്റി വയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ആദ്യമേ തന്നെ അതും കുറേ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ തീരെ പിടികിട്ടാത്ത കുറച്ച് ഏരിയാസാണ്, ഇപ്പോൾ 1-2 മാർക്കിൻ്റെ ഒക്കെ കുറച്ച് ഏരിയാസ് ചിലത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്ന കുറേ ഏരിയാസ് എടുത്തിട്ട് പക്ഷേ അത് ഫുള്ള് കവർ ചെയ്യുന്നതിലാണ് നമ്മളുടെ വിജയം ഉറപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഭാഗത്ത് നിന്നും 20 മാർക്കും നല്ല ഭംഗിയായിട്ട് തന്നെ പഠിച്ച് നമുക്ക് ആ 20 മാർക്കും നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാത്സിൻ്റെ ഒരു 15 മാർക്ക്, പിന്നെ ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ ഭാഗത്ത് ഗ്രാമറും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഭാഗത്തു നിന്നുമൊക്കെ 20 മാർക്കിലധികം നമുക്ക് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗത്തു നിന്നും ഏകദേശം നന്നായിട്ട് തുടക്കം മുതൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? LP UP ഒരു നിഷ്പ്രയാസം തന്നെ അല്ലേ, ഒരു പ്രയാസവുമില്ലാതെ നിങ്ങൾക്ക് കയ്യിൽ ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി പലരുടെയും സംശയമാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്താൽ പോരെ എന്നുള്ളത്. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്നേ ഞാൻ പറയൂ. കാരണം ഇപ്പോൾ തന്നെ എനിക്കറിയാം പല കുട്ടികളും പഠിച്ച് ഒരു ലെവലിൽ എത്തി നിൽക്കുന്നവരുണ്ട്. കാരണം കഴിഞ്ഞ LP UP കഴിഞ്ഞ് ലിസ്റ്റിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ ലിസ്റ്റിൽ വരാതിരുന്ന പല കുട്ടികളും ഉള്ള കുട്ടികൾ സപ്ലിമെൻ്ററിയിലൊക്കെ കിടക്കുന്നവരാണെങ്കിൽ തന്നെ അവർ വീണ്ടും ആ ഒരു ഇത് വിട്ടുപോകാതെ അപ്പം തന്നെ പഠനം ഒരു മാസത്തോളം, എക്സാം കഴിഞ്ഞ് ഒരു മാസത്തോളം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവർ വീണ്ടും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന കുട്ടികളുണ്ട് പലരും. അപ്പോൾ നമ്മൾ ഇവരൊക്കെ ആയിട്ടാണ് ഇനി മത്സരിക്കാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ നമുക്കറിയാലോ ഏജിൻ്റെ ഒരു ഇത് കൂട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് കുറേ കൂടി കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അവസാന വർഷമാണ് ഇത്, അല്ലെങ്കിൽ അവസാന ചാൻസ് ആയിട്ട് കരുതിയിരിക്കുന്നവരെ സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനായിട്ട് ഇരിക്കേണ്ട മക്കളെ. എന്തായാലും ഈ 2026 നവംബർ ഡിസംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്.
ഇനി അല്ലെങ്കിൽ തന്നെ 2027 ആദ്യം വന്നിരിക്കും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഇനി വെയിറ്റ് ചെയ്തിരിക്കേണ്ട. അത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ട് എഴുതാൻ വേണ്ടി ഇരിക്കുമ്പോൾ. നിങ്ങൾക്ക് ഇനി പുതിയ ന്യൂസ് വരുന്നു, എന്താണ് പെൻഷൻ പ്രായം കൂട്ടുമോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ നാളെ ഒരു എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പം നാളെ ലോകം അങ്ങ് അവസാനിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അത് വിശ്വസിച്ചൊന്നും ചെയ്യാതിരിക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ എന്താണ്, നിങ്ങളുടെ ഭാഗം പഠിച്ച് നല്ല സ്പഷ്ടമായിട്ട് പഠിച്ച് ആ എക്സാം മാത്രം സ്വപ്നം കണ്ട്, നമ്മൾ അതിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ട്, നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് സ്വപ്നം കണ്ട് പഠിച്ചു തുടങ്ങുക. എല്ലാവരെയും ഞാൻ ജൂൺ 17 നമ്മുടെ LP UP ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ക്ലാസ്സിൻ്റെ ടൈം എന്ന് പറയുന്നത് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 9:30 മുതൽ 4:30 വരെയാണ് സമയം. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നമുക്ക് എല്ലാം നമ്മുടെ ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ എക്സാംസ് ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ നിങ്ങളുടെ മെൻറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അതിൻ്റേതായിട്ടുള്ള സഹായങ്ങളുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു താമസം ഇനി വേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ദിവസം മറക്കണ്ട, ജൂൺ 17, 2026 ഇപ്പോൾ തിങ്കൾ, ബുധൻ, വെള്ളി ബാച്ചാണുള്ളത്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ് നമ്മളുടെ ക്ലാസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.